ഹായ് ഫ്രണ്ട്സ് കേട്ടപ്പാ കൃഷ്ണ മമ്മ പറയായിരുന്നു അവിടെ എന്തിനാ ഒരു കുട്ടിക്ക് പേടിച്ചിട്ടാണ് ഇതൊക്കെ മാരേജ് സംബന്ധിച്ച വണ്ണല്ലേ ഇവൻ മാരേജ് വേണ്ട പറഞ്ഞവൻ ഈ കുട്ടിനെ പേടിച്ചിട്ട് അങ്ങനെയായിട്ട് റിച്ച് ഗേളാണ് അങ്ങനെയായിട്ട് കുറച്ച് നാൾ ഇവിടെ ഇരുന്നു ഇങ്ങനെയായിട്ട് റൂമൊക്കെ പാടെടുത്തോടെ പോയായിരുന്നു ഇത് കൃഷിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ മിയ പറയായിരുന്നു എന്നെ കണ്ട് എന്തിനാ പേടിക്കുന്നത് എന്നെ പേടിക്കണ്ട അയ്യോ എന്നും മതി പറയണേ അങ്ങനെ മിയ ഹാർച്ചൊരു അകത്ത് കെട്ടിപ്പിടിച്ച് ഉറങ്ങായിരുന്നു കൃഷിക്ക് ഒന്നും മനസ്സിലായില്ല രാവിലെ ആയിരുന്നു കുറേ ഡേയ്സ് പോകാൻ തുടങ്ങി ഇപ്പോൾ കൊറിയയിലാണ് ഉള്ളത് ഇപ്പോൾ വലിയൊരു ഇതാണ് റിച്ച് നമ്പർ 1 ബിസിനസ്മാൻ്റെ മകളാണ് നമ്മളെ മിയ പറഞ്ഞ റിച്ചാണ് മിയാണ് ഇത് പി ടി എസ് മെമ്പർക്ക് മിയൻ്റെ ഡാഡിയാണ് പി ടി എസ് മെമ്പർക്ക് ഇങ്ങനെ പണം കൊടുക്കുന്നത് അതുപോലെ പി ടി എസ് മെമ്പർ മാരേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ OT7 മെമ്പർ നിറയെ ഐഡൽസ് എല്ലാം വന്നിട്ടുണ്ട് നമ്മളുടെ ഫ്ലിക്സ് പറയായിരുന്നു എല്ലാവരും വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിക്സ് പറയായിരുന്നു നെക്സ്റ്റ് നിങ്ങളെ കമ്പനിയെ നോക്കുന്നത് എല്ലാം ഡാഡി പണം കൊടുക്കുന്നത് ഫ്ലിക്സ് പറയായിരുന്നു ചെറിയ റിച്ചതാണ് അങ്ങനെ പി ടി എസ് മെമ്പർ 7 പേർ വന്നായിരുന്നു ഹീറോയിൻ നല്ല ക്യൂട്ടായിട്ട് അങ്ങനായിട്ട് അവിടെ ഒരു ഫങ്ഷനായിരുന്നു അത് നെക്സ്റ്റ് മാരേജാണ് ഇത് എന്തുവാ നെക്സ്റ്റ് മാരേജ് ഇപ്പോൾ പാർട്ടിയാണ് എടുക്കാൻ പോകുന്നത് മിയാക്ക് ഭയങ്കര ഹാപ്പിയാണ് പി ടി എസ് മെമ്പർ ഇങ്ങനെ കുറു നോക്കായിരുന്നു ഒരു ഗേളിനെ അത് ഗേൾ വീടൊന്നും കാണുന്നില്ലല്ലോ ഇതെൻ്റെ ഡ്രസ്സ് എന്നത് കേൾക്കാറുണ്ട് ട്രഡീഷണൽ ഡ്രസ്സ് ആറാം പറയായിരുന്നു അത് സാരി എന്ന് പറയായിരുന്നു ആറാം നോക്കിയിട്ട് കയറിയായിരുന്നു ഇല്ലടാ ഞാൻ നോക്കിയിട്ടുണ്ടോ അറിയാതെ നോക്കിയിട്ടുണ്ടോ ആറാം പറയായിരുന്നു അത് മാത്രമല്ല ഞാൻ മാരേജ് വീഡിയോ നോക്കിയിട്ടുണ്ടോ എന്ന് പറയായിരുന്നു ആറാമനെ എല്ലാവരും കുറു നോക്കായിരുന്നു ഇല്ലടാ ഞാനൊരു നോക്കിയായിരുന്നു യഥാർത്ഥ വീഡിയോസിലോ ഇത് ഇന്ത്യൻ സാരിയാന്ന് പറയായിരുന്നു എല്ലാവരും നോക്കുമായിരുന്നു അങ്ങനെ ഗേൾ തെറിഞ്ഞായിരുന്നു ഈ ഫോട്ടോയ്ക്ക് പറഞ്ഞ സാരി നമ്മൾ ഹീറോ എടുത്തിട്ടുണ്ട് തിരിഞ്ഞ് നോക്കിയായിരുന്നു എല്ലാവരും ഹീറോയിനെ നോക്കിയിട്ട് മൊത്തത്തിൽ ഫ്ലാറ്റായിരുന്നു ഒന്ന് വായ മുളക്കായിരുന്നു ഈ പോകുന്നില്ല ഫ്ലിക്സ് വായ് മൂട് നിങ്ങളെല്ലാവരും വായിനുള്ളിൽ ഈച്ച പോവും എന്ന് പറഞ്ഞ് ഫ്ലിക്സ് കളിയാക്കിയിട്ട് അവിടുന്ന് കുറിയൽ കളിയാക്കിയിട്ട് അവിടുന്ന് പോയായിരുന്നു എല്ലാവരും വായ പൊളന്നായിരുന്നു വായ മൂടിയായിരുന്നു 7 പേർ ഹീറോയിനെ കുറു നോക്കായിരുന്നു ഫ്ലിക്സ് നോക്കായിരുന്നു എന്തോ ഒരു ശരിയില്ലല്ലോ ശരി ഇവരെ വെരുപ്പിയെത്ത എന്ന് പറഞ്ഞിട്ട് 7 പേരെ വെരുപ്പിയെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഫ്ലെക്സ് ഹീറോയിനെ തെച്ച് ചെയ്ത് സമ്മതിക്കായിരുന്നു 7 പേർക്ക് ജലസാവാൻ തുടങ്ങിയായിരുന്നു ജലസിൽ മൊത്തത്തിൽ ജങ്കൊക്കെ ടെൻഷനായിരുന്നു മണ്ടിന് കൊടുക്കാതെ വിടണ്ട എന്ത് ചങ്കൊക്കെ വരാം ചെമ്മിന് പറയണം ഉണ്ടാതില്ല 3 പേർക്ക് ടെൻഷനായിരുന്നു 3 പേരെ കുറുകുറൊക്കെ ഷുഗർ നോക്കായിരുന്നു അതിന് ഷുഗർ നോക്കാമായിരുന്നു അങ്ങനെയായിട്ട് 7 പേർ ഹീറോയിനെ കുറു നോക്കായിരുന്നു പി ടി എസ് മമ്മിൻ്റെ ഡാഡി വന്നിട്ടുണ്ടായിരുന്നു അവർ 7 പേർ നോക്കായിരുന്നു ഇവർക്ക് എന്ത് പറ്റി ഇവരെവിടെ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവർക്ക് ഇതായില്ല ജിന്നു പറയുന്നു കൈ വെക്കണ്ട കൈന് വിളിക്കോ ഞാൻ എന്ന് പറഞ്ഞു ജിന്നിന് മമ്മി ഉണ്ടായിരുന്നു ഡാഡി മമ്മി വായി കൈ വെച്ച് ആരുടെ കൈ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ നോക്കടാ ജിന്നു പറയാറ് ഷുഗാരോട് അതേത് പറഞ്ഞു ഇവൾക്ക് ഷാക്കായിരുന്നു ജിന്നിനെ പിടിച്ചിട്ട് തര വെച്ചോട് പോയിരുന്നു അപ്പോൾ ജിന്നു എന്താ ജിൻ എന്താ മമ്മി നീ പറയണ ഇല്ല നിൻ്റെ ആൻസം പേസ്റ്റിന് ഞാൻ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു എന്താ മയിലാടാ മയിലിൻ്റെ ഒരു ബോക്സ് കട്ടിയാണ് എൻ്റെ വീട്ടിൽ മയിലാടാ ഇല്ല ചുട കെട്ടാടാ അതായത് പറഞ്ഞായിരുന്നു ചിന്നെ വേണ്ട മമ്മി വേണ്ട ഇത് പറയാം എന്നാൽ നടന്ന കാര്യം മൊത്തം പറയായിരുന്നു ചിന്നെ ശരി ഓക്കെ എൻ്റെ ജിന്നു മമ്മി ഡാഡി പറഞ്ഞിട്ട് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെയായിട്ട് OT7 മെമ്പേഴ്സ് മമ്മി എല്ലാവരും ഫ്രണ്ട്സ് മതി ഇതൊക്കെ ആരെ പറയായിരുന്നു ആറമ്മനമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആറമ്മനമ്മ വേണ്ടെന്ന് പറയായിരുന്നു ആറമ്മനോട് അങ്ങനെയായിട്ട് ഓരെല്ലാം ആറമ്മ ടെൻഷനായിരുന്നു അങ്ങനെയായിട്ട് ആറമ്മ 7 പേർക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടു 7 പേർ മമ്മി അങ്ങനെ ഓരോന്നായിട്ട് ജിന്നു മമ്മി സമ്മതിച്ച് എങ്ങനെടാ അങ്ങനെ 7 പേർക്ക് എങ്ങനെ 7 പേർ മമ്മി പറയായിരുന്നു 7 പേർ മമ്മി എങ്ങനെടാ ഒരു ഗേളുടെ മാരേജ് കഴിക്കുമല്ലോ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയായിരുന്നു നിങ്ങൾ ആരും വിട്ടുകൊടുക്കൂടാ ആരും ഒരാളത് ആറമ്മ മമ്മിക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അങ്ങനെയായിട്ട് ഇന്ത്യൻ ഗേൾ കൊറിയൻ ഗേൾസിനൊന്നും മാരേജ് കഴിക്കാൻ ആറമ്മയോട് പറയായിരുന്നു എനിക്കങ്ങനെ വേണ്ട അങ്ങനെയായിട്ട് ഹീറോയിനെ മാരേജ് കഴിക്കണമെന്ന് വാശി പിടിക്കായിരുന്നു വാശി പിടിക്കായിരുന്നു ഒരു ഫേമസ് ഒരു കമ്പനി ഒരു ബോസ് മാറി CEO അവർക്ക് ജിം ബോക്സിങ് എല്ലാവരും ട്രെയിനിങ് കോച്ചാണ് അവർ 7 പേർ അങ്ങനെ ഹീറോയിനെ കുറച്ചതിന് അവർ നിറയെ പ്ലാൻ ഇട്ടായിരുന്നു അങ്ങനെ ഹീറോയിൻ നല്ല ഹാപ്പി ആയിട്ട് ഡ്രിങ്ക്സ് ചെയ്യായിരുന്നു അങ്ങനെ മമ്മി ഡാഡി സമ്മതിച്ചിട്ടായിരുന്നു ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു പാവ ഹീറോയിൻ ഒരു ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു അതിലൊരു ചെക്കന് ഹീറോയും എല്ലാവരും കാണു വന്നാണ് ഹീറോയി കുടിക്കുന്ന ഡ്രിങ്ക്സിൽ ഒന്ന് ഇട്ടായിരുന്നു ഇത് ചങ്കൊക്കെ ശ്രദ്ധിക്കായിരുന്നു ചങ്കൊക്കെ ജിമ്മിന് പറയായിരുന്നു നിൽക്കടാ പോണ്ട എന്ത് ചെയ്യുന്നു നോക്കാമെന്ന് പറയായിരുന്നു എടാ അതെന്തോന്ന് ഇടുന്നടാ
അപ്പോൾ ജിന്ന് പറയായിരുന്നു അത് വേറെ ഒന്നുമില്ല ഡ്രഗ്സാണ് എന്ന് പറയാം. ഷോക്കായിരുന്നു. എന്താടാ ഇല്ലടാ അവൾ കൂടെ ഇരിക്കണം അവനൊക്കെ പറയായിരുന്നു. അവന് വൈഫ് ചെയ്യണമെന്ന് പ്ലാനാന്ന് പറയായിരുന്നു. ഇത് ഒരു ഷോക്കായിരുന്നു. നോക്കാന്ന് പറഞ്ഞത് സുഖ പറഞ്ഞ ശരി ഞാൻ ഇവനെ ശരിയാക്കാം. സുഖ ഒരു ബോഡി ഗാർഡ് വിളിച്ചായിരുന്നു. അങ്ങനെ അവനെ എടുത്തിട്ട് പോയിരുന്നു. ഹീറോയ്ക്ക് റൂമുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ആ റൂം ഡോർ തുറന്ന് ഒരു ഹോട്ടലാണ്, റെസ്റ്റോറൻറ്റ് ഹോട്ടൽ. ആ റൂമൊക്കെ ഹീറോ പോയായിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരി മയക്കം വരുന്ന മതിയായി. നൈറ്റായിരുന്നു. അല്ല ഹീറോ റൂമിൽ പോയിരുന്നു. 7 പേര് ഹീറോയിൽ പോയ റൂമിക്ക് ക്യാമറ ജങ്കൊക്കെ ഹാക്ക് ചെയ്യുന്ന പറയും. ഹാക്കിങ് ചെയ്ത് ക്യാമറ എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ 7 പേരെ ഹീറോയിനെ അവിടുന്ന് എടുത്തോണ്ട് പോയായിരുന്നു. അവർ വലിയൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ആരും ഇതുവരെ ആ പ്ലേസ് വരില്ല. ആർക്കും അറിയില്ല. ഹീറോമാർ മമ്മിക്ക് ഡാഡിക്കും അറിയില്ല. ആ വീട്ടിലൊക്കെ ഹീറോയിനെ കൊണ്ടുപോയായിരുന്നു. ഹീറോയ്ക്ക് നല്ല ഇത് ഒരുമാതിരിയാകാൻ തുടങ്ങിയ ഡ്രസ്സിനെ സാരിനെല്ലാം മാത്രം തുടങ്ങിയായിരുന്നു. ജിന്ന് പറയായിരുന്നു അയ്യോ ഇത് ചെയ്താൽ അങ്ങനെയിട്ട് അവരോടൊന്ന് പോയായിരുന്നു. അങ്ങനെയിട്ട് ഹീറോയെ പിടിച്ച് 7 പേര് കിസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരിയായിരുന്നു അത് പിടിച്ചിട്ട്. അതുകൊണ്ട് ഹീറോയി കൺട്രോളിൽ മൊത്തം പോയായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ 7 പേരെ കൂടെ ഹീറോ ഇരുന്നായിരുന്നു. അങ്ങനെ ഹീറോ രാവിലെ വെച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു ബോഡി മൊത്തം പെയിനാകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. 7 പേര് ഹീറോയിൽ വന്ന് നോക്കായിരുന്നു. ഹീറോയിൽ നോക്കുമ്പോൾ ഡ്രസ്സ് ഇട്ടായിരുന്നു. ഹീറോയിൻ വന്നത് മോഡൽ ഡ്രസ്സാണ്. അത് ജിന്ന് കൊണ്ടുവന്നതായിരുന്നു ഹീറോയ്ക്ക്. ഇതൊന്ന് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് 7 പേർ നോക്കിയിട്ട് ഹീറോയ്ക്ക് കേൾക്കാമല്ലോ നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ ഇല്ലപ്പം ഞാൻ മെയ്ഡ് വെച്ച് ചേഞ്ച് ചെയ്തത്. ജിന്ന് ചുമ്മാ കളവ് പറഞ്ഞു. ജിന്നാണ് ഡ്രസ്സ് ചേഞ്ച് ആക്കിയത്. ഹീറോയ്ക്ക് ഒരുമാതിരി സാരിയല്ല അത് നീ കുടിച്ച് വാമിച്ച് ചെയ്തത് അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് പറയായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ഡ്രസ്സ് ജിന്ന് വരപ്പിച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്ത് ഹീറോയിനൊക്കെ ഡ്രസ്സ് മേലെ ബോഡിയിൽ ഹിക്കിങ് മാർക്കെല്ലാം ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്താ എല്ലാം നടന്നു എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ആടെയായിരുന്നു. ഹീറോയും അങ്ങനെയായിട്ട് കുറേ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയും അവിടുന്ന് ഇന്ത്യക്ക് വന്നായിരുന്നു. പിറ്റേ നമ്പർക്ക് ഇങ്ങനെ ഫോറിൻ പോകുമെന്ന് പറഞ്ഞ് അവരും അവിടുന്ന് പോയിരുന്നു. 18 സംസാരിക്കാമെന്ന് വെച്ച് പോയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒരുമാതിരി വോമിറ്റ് വരാൻ തുടങ്ങിയായിരുന്നു. തലക്കറക്കി അവൾക്ക് പൊത്തുനിന്ന് മയങ്ങി വീണായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ അർജുൻ ഓടി വന്നു. എന്തിനാ അർജുൻ പറയായിരുന്നു എന്തടി പറ്റിയെന്ന് പറയായിരുന്നു. അർജുൻ വന്ന് നോക്കുമ്പോൾ അർജുനക്ക് അവിടെ മാരേജ് ആയി ഒരു ബേബിയുണ്ട്. ട്വിൻസാണ്. ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബി. ഹീറോയിൻ മയങ്ങി വീണത് കണ്ടിട്ട് അർജുൻ ഷോക്കായിരുന്നു. എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. ഹോസ്പിറ്റൽ ഡോക്ടർ ചെക്ക് ചെയ്യാനായിരുന്നു.